കണ്ടലൂർ തെക്ക് ശ്രീ പത്മനാഭൻ നായർ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ ആഭിമുഖ്യത്തിൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ 32ാമത് ചരമവാർഷികം ആചരിച്ചു. സാഹിത്യകാരൻ മാങ്കുളം G.K. നമ്പൂതിരി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കണ്ടലൂർ തെക്ക് ശ്രീ പത്മനാഭൻ നായർ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ ആഭിമുഖ്യത്തിൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ 32ാമത് ചരമവാർഷികം ആചരിച്ചു. സാഹിത്യകാരൻ മാങ്കുളം G.K. നമ്പൂതിരി ഉദ്ഘാടനം നിർവഹിച്ചു. ബഷീറിനെ പറ്റി ബഷീറിന്റെ മാൻ എന്ന് പറഞ്ഞൊരു ഡോക്യുമെന്ററി ഇറങ്ങി അദ്ദേഹം നായകനായിട്ട് വരേണ്ടതാണ്, നായകനായിട്ട് അഭിനയിക്കുകയാണ്. അഭിനയമെല്ലാം പടമെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ബഷീർ പറഞ്ഞു തന്നെ പടമെല്ലാം കൊള്ളാം, പക്ഷെ നായകമ്പോൾ അടുക്ക് ഇളവനായിപ്പോയി. ആ മോഹൻലാലിനെ മമ്മൂട്ടിയെ വല്ലതും അഭിനയിപ്പിച്ചാൽ പോരായിരുന്നു. മനസ്സിലായി? ഇങ്ങനെ തമാശ മനുഷ്യരെ എല്ലാം അദ്ദേഹം സഞ്ചരിക്കുന്ന കക്കൂസുകൾ എന്നാണ് വിശേഷിച്ചത്. സഞ്ചരിക്കുന്ന കക്കൂസുകളാണ് സത്യമല്ലയോ? അങ്ങനെയാണ്. അങ്ങനെ ഒരുപാട് തമാശകൾ പറയാം. ബഷീറിൻ്റെ കാര്യം പറഞ്ഞാൽ, നർമ്മങ്ങൾ പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, കുഞ്ചൻ നമ്പ്യാരുടെ കുട്ടി നമ്മളെ പിടിച്ചിരുത്താൻ കഴിവുകളാണ്. M. കൃഷ്ണനായർ സാർ ഒരിക്കൽ പറഞ്ഞു, ഒരു പുസ്തകം കയ്യിലെടുത്താൽ അത് വായിച്ചിട്ട് താഴെ വെക്കാൻ ഒക്കൂ എന്നുള്ള അവസ്ഥ തരുന്ന മലയാളത്തിലെ അപൂർവ എഴുത്തുകാരുടെ പ്രഥമ ഗണനീയനാണ് ബഷീർ. എനിക്ക് വൈക്കം മുഹമ്മദ് ബഷീറും ഉറൂബുമാണ് ഏറ്റവും പ്രിയപ്പെട്ട കഥാകാരന്മാർ. ഞാൻ ഇവരുടെ രണ്ടുപേരുടെയും കംപ്ലീറ്റ് വർക്ക്സ്, പൂർണ്ണ കൃതികൾ വാങ്ങിച്ചിട്ടുള്ളൂ. ഗദ്യത്തിൽ, ഫിക്ഷനിൽ, കവിതകൾ ഒരുപാട് പേരുടെ, വൈലോപ്പിള്ളിയുടെ, ആശാന്റെ, അങ്ങനെ എല്ലാവരുടെയും മിക്കവരുടെയും വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ കഥയും ഇവരുടെ കംപ്ലീറ്റ് വർക്ക്സും ഞാൻ ഗദ്യത്തിൽ വാങ്ങിച്ചിട്ടുള്ളത് ബഷീറിനെയും ഉറൂബിനെയും. എത്ര വായിച്ചാലും ഉറൂബ് ഇതുപോലെ തന്നെയാണ്, ഇതുപോലെ ആദരണീയനാണ്, ഇതുപോലെ ആഘോഷിക്കപ്പെടേണ്ടവരാണ്. ലൈബ്രറി സെക്രട്ടറി ഡോക്ടർ P. രാജേന്ദ്രൻ നായർ അധ്യക്ഷനായി. K. ജയവിക്രമൻ മുഖ്യപ്രഭാഷണം നടത്തി. പ്രസിഡന്റ് V. ചന്ദ്രമോഹനൻ നായർ, സുരേഷ് രാമനാമടം, S. ശുഭാദേവി, NR ഉഷശ്രീ, K. പ്രസന്നൻ, G. രമാദേവി, K. സുരേഷ് എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം.